കഥ. പനി വന്ന ദിവസങ്ങൾ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറിയൊരു തലവേദനയും ശരീരത്തിന് വല്ലാത്തൊരു ചൂടും. കുട്ടിക്കാലത്ത് പനി വരുമ്പോൾ സത്യത്തിൽ പേടിയേക്കാൾ കൂടുതൽ അവനൊരു തരം സന്തോഷമായിരുന്നു. കാരണം അന്ന് സ്കൂളിൽ പോകണ്ട, കണക്ക് ടീച്ചറുടെ വഴക്കും കേൾക്കണ്ട. പനിയാണെന്ന് ഉറപ്പിച്ചാൽ പിന്നെ ആ വീട്ടിൽ അവനൊരു രാജാവാണ്. അതുവരെ ചീത്ത പറഞ്ഞിരുന്ന അച്ഛനും അമ്മയും പെട്ടെന്ന് വല്ലാത്തൊരു സ്നേഹം കാണിച്ചു തുടങ്ങും. പുതപ്പിനുള്ളിലേക്ക് ഒന്നുകൂടി ചുരുണ്ട് കിടക്കുമ്പോൾ കിട്ടുന്ന ആ ഉള്ളി ജീവിതത്തിന്റെ സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അസുഖം വന്നാ പിന്നെ അമ്മയുടെ മുഴുവൻ സമയ ഡ്യൂട്ടിയും അവനെ ചുറ്റിപ്പറ്റിയാകും. നെറ്റിയിലെ ചൂട് കുറക്കാൻ തണുത്ത വെള്ളത്തിൽ മുക്കിയ തുണി അമ്മ പതുക്കെ അവന് വെച്ചു കൊടുക്കുമ്പോൾ ആ കൈകളിലെ തണുപ്പ് അവന്റെ ഉള്ളിലേക്കാണ് ഇറങ്ങിച്ചെല്ലുക. പിന്നെ നെഞ്ചിലും തൊണ്ടയിലുമൊക്കെ പുരട്ടിത്തരുന്ന ആ വിക്സിന്റെ മണം. ഇന്നും ആ മണം എവിടെയെങ്കിലും അടിക്കുമ്പോൾ അറിയാതെ അവൻ ആ പഴയ പനിക്കാലത്തിലേക്ക് പോകും. ഇടയ്ക്കിടെ വന്ന് നെറ്റിയിൽ കൈവച്ച് നോക്കുന്ന, വിയർക്കുമ്പോൾ തോർത്തിത്തരുന്ന അമ്മയുടെ ആ സാമീപ്യമായിരുന്നു പനിക്കാലത്തെ അവന്റെ ഏറ്റവും വലിയ ആശ്വാസം. അസുഖം വരുമ്പോഴുള്ള മറ്റൊരു വലിയ ആകർഷണം അന്നത്തെ ഭക്ഷണമാണ്. സാധാരണ ദിവസങ്ങളിൽ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്ന അമ്മ അന്ന് അവനോട് ചോദിച്ചാണ് ഓരോന്നും ഉണ്ടാക്കി കൊടുക്കുക. ആവി പറക്കുന്ന ചൂട് കഞ്ഞി, അതിലേക്ക് ഇത്തിരി ചമ്മന്തിയും ചുട്ട പപ്പടവും. അവൻ എഴുന്നേറ്റിരിക്കാൻ വയ്യെങ്കിലും അമ്മ സ്വന്തം കൈകൊണ്ട് അത് വാരിക്കൊടുക്കുമ്പോൾ പകുതി അസുഖവും അവിടെ മാറിയതുപോലെ തോന്നും. കയ്പുള്ള ഗുളികകൾ കഴിക്കാൻ മടിക്കുമ്പോൾ അതിനു പിന്നാലെ വായിലേക്ക് വെച്ച് കൊടുക്കുന്ന ആ ഒരു സ്പൂൺ തേനിന്റെ മധുരം അവൻ ഇന്നും ഓർക്കാറുണ്ട്. പുറത്ത് കൂട്ടുകാരൊക്കെ സ്കൂളിൽ പോകുന്ന ബഹളം അവന് കേൾക്കാം. അതൊക്കെ കേട്ട് ആ കനത്ത കമ്പിളി പുതപ്പിനുള്ളിൽ അമ്മയുടെ സാമീപ്യവും അറിഞ്ഞ് സുരക്ഷിതമായി കിടന്നുറങ്ങുന്ന ആ പകൽ സമയങ്ങൾ, അത്രയും സമാധാനത്തോടെ അവൻ പിന്നീട് ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. അവൻ അതൊരു വലിയ കാവലായിരുന്നു. എന്തു വന്നാലും അവന്റെ അമ്മയുണ്ടല്ലോ എന്നായിരുന്നു അവന്റെ ഈ ലോകത്തിലെ അന്നത്തെ ഏറ്റവും വലിയ ആശ്വാസം. അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അന്നൊക്കെ നമുക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദ സ്റ്റോറി വിത്ത് us by മുഹഷിറ.